ഹലോ എവരിബഡി, ഞാൻ രേഖ. രാജം പ്ലാൻസിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ലേറ്റ് ആയെങ്കിലും എല്ലാവർക്കും റിപ്പബ്ലിക് ദിന ആശംസകൾ. ഈ കാണുന്ന പ്ലാന്റും സെയിലിനായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. എല്ലാ പ്രാവശ്യത്തെ പോലെ ഈ വീഡിയോയും ഒരു സെയിൽ വീഡിയോ തന്നെയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ എൻഡ് വരെ കൂടെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോയുടെ തമ്പനയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ഈ വീഡിയോയിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ പ്ലാൻസിനും പറയുന്ന ആക്ച്വൽ പ്രൈസിനേക്കാളും 10 രൂപ കുറവാണ്. റിപ്പബ്ലിക് ദിനമായതുകൊണ്ട് ഈ വീഡിയോ വരെയെന്നൊന്നുമില്ല, 2-3 ദിവസത്തേക്ക് മാത്രമേ ഈ പ്രൈസിൽ പ്ലാൻസുകൾ അവൈലബിൾ ആയിരിക്കുള്ളൂ. ഈ ദിവസത്തിൻ്റെ പ്രത്യേകത കൊണ്ടും മാത്രമാണ് 10 രൂപ വീതം എല്ലാത്തിനും കുറച്ചിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പ്ലാന്റിന് 100 രൂപയാണ് പറയുന്നതെങ്കിൽ അതിന് 10 രൂപ കുറഞ്ഞ് 90 രൂപയ്ക്കാണ് നിങ്ങൾക്ക് ആ പ്ലാൻസ് വാങ്ങിക്കാൻ പറ്റുക. DTDC ത്രൂവും സ്പീഡ് പോസ്റ്റ് ത്രൂവുമാണ് പ്ലാൻസ് എല്ലാം അയക്കുക. GPay ആണ് പേയ്മെൻറ്റ് മോഡ് വരുന്നത്. ഈ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. ആദ്യം ഈ പ്ലാന്റാണ്. ഇത് മനില ബ്യൂട്ടി എന്ന ഐഡിയിൽ വന്നൊരു പ്ലാന്റാണ്. വലിയ പ്ലാന്റാണ്. മദർ പ്ലാന്റ് എന്നൊന്നുമല്ല, അത്ര വലിയ പ്ലാന്റ്. നമ്മുടെ സിറ്റ് ഔട്ടിലൊക്കെ ഒരു പ്ലാന്റ് വെച്ചാൽ മാത്രം മതി, ഇതിലൊരു പ്ലാന്റ് വെച്ചാൽ മതി, അത്ര വലിയ പ്ലാന്റാണ്. പെട്ടെന്ന് തന്നെ ഷൂട്ടൊക്കെ വന്ന് ബുഷിയാകുന്ന ഒരു പ്ലാന്റും കൂടിയാണ്. വില കൊടുത്ത് പ്ലാന്റ് വാങ്ങാൻ പറ്റാത്തവർക്ക് ആ പ്ലാന്റ് വാങ്ങാവുന്നതാണ്. അതിന് പ്രൈസ് വരുന്നത് 80 റുപ്പീസാണ്, 80 രൂപ. അടുത്തത് ഈ കാണുന്ന ഗ്രീൻ വെറൈറ്റികളാണ്. ഇതെല്ലാം തന്നെ വലിയ പ്ലാന്റുകളാണ്. ഈ പ്ലാന്റുകളെല്ലാം സൈസ് വെച്ച് വലിയ പ്ലാന്റാണ്. ഇതിന് പ്രൈസ് വരുന്നത് 100 രൂപ, 100 റുപ്പീസാണ് ഈ ഓരോ പ്ലാന്റിനും പ്രൈസ് വരുന്നത്. ഇത് 2-3 വെറൈറ്റി പ്ലാന്റുകളുണ്ട്. ഇത് മുൻപ് ഞാൻ കോംബോ ആയിട്ട് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പ്ലാന്റ്. അത് പിന്നെയും ഇപ്പോൾ സ്റ്റോക്ക് അവൈലബിൾ ആയതാണ്. ഈ പ്ലാന്റുകളെല്ലാം തന്നെ കുറഞ്ഞ അഗ്ലോണിമ വേണം, പൈസ അധികമില്ല, അങ്ങനെയുള്ളവർക്ക് വാങ്ങി വെക്കാൻ പറ്റിയ പ്ലാന്റാണ്. അടുത്തത് ഈ കാണുന്ന കലാത്തിയാണ്. ഈ കലാത്തിക്ക് പ്രൈസ് വരിക 60 രൂപ. സിംഗിൾ ഷൂട്ടിൻ്റെ പ്രൈസാണ് പറയുന്നത്, 60 റുപ്പീസ് ഉള്ളി. ഇതിനും 10 രൂപ. എല്ലാ പ്ലാന്റിനും 10 രൂപ കുറച്ചാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിലെ പ്ലാന്റ്സ് വാങ്ങാൻ പറ്റുക. ഈ മിൽക്കി വേ അഗ്ലോണിമയ്ക്ക് പ്രൈസ് വരിക 150 റുപ്പീസ്, 150 രൂപ. ഇതിനും എല്ലാത്തിനും ആ ജനറലായിട്ട് 10 രൂപ എല്ലാ പറയുന്ന പ്രൈസിൽ നിന്നും കുറയും. കൊറിയർ ചാർജ് എല്ലാത്തിനും എക്സ്ട്രാ വരും. പ്ലാന്റിൻ്റെ പ്രൈസ് മാത്രമാണ് പറഞ്ഞത്. അടുത്തത് ഈ കാണുന്ന സിങ്കോണിയമാണ്. നല്ല ഭംഗിയുള്ള ഒരു സിങ്കോണിയമാണ്. പല കളറുണ്ട്, ഡോട്ട് പോലെ പല കളറുള്ള ഈ സിങ്കോണിയമാണ്. 150 റുപ്പീസാണ്, 150 രൂപയാണ് ഇതിന് പ്രൈസ് വരുന്നത്. വലിയ പ്ലാന്റാണ്. ഒരു പ്ലാന്റ് മാത്രമാണ് ആ പോട്ട് നിൽക്കുന്നത്, എന്നിട്ട് തന്നെ ബുഷിയായിട്ട് ഇരിക്കുന്ന ഒരു പ്ലാന്റാണ്. അടുത്തത് ഈ സിങ്കോണിയമാണ്. ഈ സിങ്കോണിയം ഒരു കോപ്പർ കളറൊക്കെ വരുന്ന ഈ സിങ്കോണിയത്തിൻ്റെയും സിംഗിൾ പ്ലാന്റിന് പ്രൈസ് വരുന്നത് 110 രൂപ, 110 റുപ്പീസ് മാത്രമാണ്. സിങ്കോണിയത്തിൻ്റെ എല്ലാം ജിഫി സൈസ് പ്ലാന്റും അവൈലബിൾ ആണ്. പക്ഷേ ഇതിൻ്റെ കളറുകളും ഡോട്ടുകളും എല്ലാം വന്ന പ്ലാന്റ് തന്നെയാണ്. ഈ സിങ്കോണിയമാണ് അടുത്തതായിട്ടുള്ളത്. ലൈറ്റ് ഗ്രീൻ കളറിലെ ചെറുതായിട്ട് റെഡ് ലൈൻസൊക്കെ വരുന്ന ഈ സിങ്കോണിയം. ഇതിന് പ്രൈസ് വരുന്നത് 110 രൂപ മാത്രമാണ്. സിങ്കോണിയത്തിൻ്റെ പ്രത്യേകത, അത് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും നഷ്ടമാകത്തില്ല. അതിന് നോട് കട്ട് ചെയ്ത് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. അടുത്തത് ഈ കാണുന്ന പിങ്ക് ലെഗസിയാണ്. പിങ്ക് ലെഗസിയുടെ നല്ല മദർ പ്ലാന്റ് തന്നെയാണ്. 220 രൂപയാണ് പിങ്ക് ലെഗസിക്ക് പ്രൈസ് വരിക. അടുത്തത് ഈ ചെടിയാണ്, റോസാണ്. ഈ റോസിന് പ്രൈസ് വരുന്നത് 40 രൂപയാണ്. ഇത് 3 പ്ലാന്റ് കവറിലേത് ഒരു പോട്ടിനകത്ത് ഇറക്കി വെച്ചിരിക്കുകയാണ്. പൂവില്ലാത്തതുകൊണ്ട് പൂവെല്ലാം വന്ന് കട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നവയാണ്. ഇതിലേതെങ്കിലും പ്ലാന്റ്സ് വേണമെങ്കിൽ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. ബാംബു പാം, ഇൻഡോർ പാം, ടോയ്ലറ്റ് പാം ഇങ്ങനെയൊക്കെ പറയുന്ന ഈ പാമാണ്. ഇതിന് പ്രൈസ് വരുന്നത് 110 റുപ്പീസ് മാത്രമാണ്. അടുത്തത് ഈ പ്ലാന്റാണ്. ലാൻഡ്സ്കേപ്പിലൊക്കെ മനോഹരമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ പ്ലാന്റിന് നല്ല മഞ്ഞ കളറിലെ ഇലയോട് കൂടിയ ഇതിന് പ്രൈസ് വരിക 80 രൂപയാണ്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. ചെറിയ മരം പോലാകുന്ന ഒരു പ്ലാന്റാണ്. അടുത്തത് ഈ അരക്കാപ്പാം ബുഷിയാണ്. ഈ അരക്കാപ്പാം ബുഷിക്ക് പ്രൈസ് വരിക 140 രൂപയാണ്, 140 റുപ്പീസ്. എല്ലാത്തിലും 4-5 ഷൂട്ട് വീതമുള്ളവയാണ്. സിംഗിളായിട്ട് വേണമെങ്കിൽ പ്രൈസ് വരിക 30 രൂപയാണ്. സിംഗിൾ ഷൂട്ടിൻ്റെ ബുഷി പോട്ടിൻ്റെ പ്രൈസാണ് പറഞ്ഞത്.
അടുത്തത് ഈ കാണുന്നത് ശ്രീലങ്ക മുല്ലയാണ്. ശ്രീലങ്ക മുല്ലയ്ക്ക് പ്രൈസ് വരുന്ന പൂക്കളൊക്കെ ആയതാണ്. ഇതിന് പ്രൈസ് വരുന്നത് 70 രൂപയാണ്, 70 റുപ്പീസാണ്. ഇത്രയും വലിയ പ്ലാന്റിന് പ്രൈസ് വരുന്നത്. നല്ല വെള്ള കളറിലെ പൂക്കളൊക്കെയുള്ള ഒരു ചെടിയാണ്. പൂക്കൾക്ക് മണമില്ല, പക്ഷേ എന്നും വെള്ള കളറിലെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു മുല്ലയാണ്, ഒരു തരം മുല്ലയാണ്. മുല്ല എന്ന പേര് കേട്ടിട്ട് മണമുള്ള ചെടിയാണെന്ന് വിചാരിക്കേണ്ട, മണം ഒട്ടും തന്നെയില്ല. അടുത്തത് ഈ കാണുന്ന മിറക്കിൾ ഫ്രൂട്ടിൻ്റെ ഒരു പ്ലാന്റാണ്. ഇത് ഈ കവറിലിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെറുതായിട്ടിരിക്കുന്നത്. നമ്മൾ മണ്ണിലൊക്കെ നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വലുതാകി കായ്കളൊക്കെ ആകുന്ന പ്ലാന്റാണ്. 120 റുപ്പീസാണ് ഇതിന് പ്രൈസ് വരുന്നത്. അടുത്തത് യുജീനിയയുടെ ഈ പ്ലാന്റാണ്, നോർമൽ വെറൈറ്റി. 70 റുപ്പീസാണ് ഇതിന് പ്രൈസ് വരുന്നത്. നല്ല പ്ലാന്റാണ്. ഏറ്റവും പുതിയ ഇലകളൊക്കെ ചുമന്ന കളറിൽ ആകുന്ന, പക്ഷേ സൺലൈറ്റ് ഉള്ളിടത്ത് വേണം നമ്മൾ നടാൻ. സൺലൈറ്റ് ഇല്ലെങ്കിൽ കളർ അത്രയും വരില്ല. ഇതിൻ്റെ വെരിഗേറ്റഡുമുണ്ട്. വെരിഗേറ്റഡ് അടുത്തായിട്ടാണ്. ഇത് മെലോസ്റ്റോമയാണ്. മെലോസ്റ്റോമ പർപ്പിൾ കളറാണ്, ഡാർക്ക് പർപ്പിൾ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 70 രൂപയാണ്. വലിയ പ്ലാന്റ് ആയതാണ്, കവറ് മാറ്റാനുള്ള സൈസിലെത്തിയ പ്ലാന്റ് തന്നെയാണ്. അടുത്തത് ഇത് ഒരു പാമാണ്. പോണിറ്റെയിൽ പാമെന്നും കർലി പാമെന്നും ഒക്കെ പറയുന്നൊരു പാമാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 130 രൂപയാണ്. ഇതിൻ്റെ കോഡക്സ് ഒക്കെ വലുതായി വരുന്നൊരു പ്ലാന്റാണ്. ലാൻഡ്സ്കേപ്പിലായി നടാം, നമ്മൾ മണ്ണിൽ നടാൻ പറ്റും, ചട്ടിയിൽ നടാൻ പറ്റും. പക്ഷേ ചട്ടി മാറ്റി കൊടുത്തില്ലെങ്കിൽ ചട്ടി പൊട്ടും കോഡക്സ് വലുതാകുന്നതനുസരിച്ച്. അടുത്തതൊരു പിച്ചിയാണ്. നല്ല വെള്ള കളറിലെ നല്ല മണമുള്ള പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ്, വള്ളിച്ചെടിയാണ്. കൂടുതലും നമ്മൾ പടർത്തി വിടുന്ന തരത്തിലെ ചെടിയാണ്. അതിന് പ്രൈസ് വരുന്നത് 70 രൂപയാണ്. ഇതാണ് വെരിഗേറ്റഡ് യുജീനിയ പറഞ്ഞത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 80 രൂപയാണ്. ഇലകളൊക്കെ കളറ് മാറി വരുന്നതാണ്. മറ്റേതിൻ്റെ കളറിൽ ചുമന്ന കളർ വരുമെങ്കിൽ ഇതിൻ്റെ വേറെ പല കളർ വരുന്ന ഒരു പ്ലാന്റാണ്. ഇതൊരു ഫോളിയേജ് ആന്തൂറിയത്തിൽപ്പെടുന്ന ഒരു പ്ലാന്റാണ്. വലിയ നല്ല വലിയ ഇലയാകുകയും വിലയ്ക്കൊക്കെ ഒരു കട്ട് ഷേപ്പിൽ ആകുന്ന ഒരു പ്ലാന്റാണ്. ഇതിന് പ്രൈസ് വരുന്നത് 250 റുപ്പീസാണ്. ഒരിലയ്ക്ക് മാത്രം ആ സൈസ് വന്നിട്ടുണ്ട്. അടുത്തത് ഇത് ഹോയാണ്. ഹോയ ലിസയുടെ സിംഗിൾ പ്ലാന്റിന് പ്രൈസ് വരുന്നത് 110 രൂപയാണ്. സിംഗിൾ പ്ലാന്റ്. ഇതിപ്പം 4 പ്ലാന്റാണ് ഈ പോട്ടിനകത്തുള്ളത്, ഒന്നിച്ച് വെച്ചിരിക്കുകയാണ്. അതിലൊരു സിംഗിൾ പ്ലാന്റാണ് ഈ 110 രൂപയ്ക്ക് കിട്ടുക. എല്ലാത്തിനും തന്നെ ആ 10 രൂപ പ്ലാന്റിന് കുറവ് വരും. അടുത്തത് ഡ്വാർഫ് CC പ്ലാന്റാണ്. ഈ ഡ്വാർഫ് CC പ്ലാന്റിൻ്റെ സിംഗിൾ പ്ലാന്റിന് പ്രൈസ് വരുന്നത് 40 രൂപയാണ്. ഇപ്പോൾ ഇൻ കേസ് ഒരു രണ്ട് ഷൂട്ട് ഒന്നിച്ച് നിൽക്കുന്നതാണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അപ്പോൾ 50 രൂപയാണ് അന്നേരം പ്രൈസ് വരിക. അടുത്തത് ഈ ബ്ലാക്ക് CCയുടെയാണ്. ബ്ലാക്ക് CCയുടെ സിംഗിൾ പ്ലാന്റിനും പ്രൈസ് 40 റുപ്പീസ് തന്നെയാണ് വരിക. അതിനും അതുപോലെ തന്നെയാണ്. ഇപ്പം നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത 2 ഷൂട്ടാണെങ്കിൽ അതിൻ്റെ പ്രൈസ് വരിക 50 റുപ്പീസാണ്. അടുത്തത് ഈ കാണുന്ന ഹോയയാണ്. ഹിന്ദു റോപ്പ് എന്ന് പറയുന്ന എല്ലാവർക്കും നല്ല ഡിമാൻഡുള്ള ഇതിൻ്റെ സിംഗിൾ പ്ലാന്റിന് പ്രൈസ് വരുന്നത് 60 റുപ്പീസ് മാത്രമാണ്. ഇതും 4 പ്ലാന്റ് ഒന്നിച്ച് വെച്ചിരുന്നതാണ് ആ പോട്ടിൽ. അടുത്തത് ഇത് ഫിഡിലാൻഡസ് ഗ്രീനാണ്. ഇതിന് പ്രൈസ് വരുന്നത് 30 രൂപ മാത്രമാണ്, 30 റുപ്പീസ്. അപ്പോൾ അതിൻ്റെ 10 രൂപ വില കുറഞ്ഞ് കഴിയുമ്പോൾ 20 രൂപയ്ക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കിട്ടും. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 40 രൂപയാണ് സിംഗിൾ പ്ലാന്റിൻ്റെ. ഇത് വെരിഗേറ്റഡ് ഫിഡിലാൻഡസ് ആണ്, നാരോ ലീഫ് വരുന്ന. ഇതൊക്കെ നല്ലതാണ്, നമ്മുടെ വീട്ടിലൊക്കെ വാങ്ങി വെച്ചാൽ. ചില ആൾക്കാർക്കൊക്കെ പറയുമല്ലോ കറയുള്ള പ്ലാന്റ്സുകളൊക്കെ വീട്ടിൽ വെച്ചാൽ നല്ലതാണെന്ന്, അങ്ങനെ വെക്കാൻ പറ്റിയ പ്ലാന്റാണ്. അടുത്തത് ഈ ഫിലോഡെൻഡ്രോൺ ആണ്. ഈ ഫിലോഡെൻഡ്രോണിന് പ്രൈസ് വരുന്നത് 210 രൂപ, 210 റുപ്പീസ് മാത്രമാണ്. നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റാണ്. ഇത് സ്റ്റിക്കിൻ്റെ ഒക്കെ സപ്പോർട്ട് കൊടുക്കാനായതാണ്, കൊടുക്കാത്തതുകൊണ്ടാണ് വീണ് കിടക്കുന്നത്. അടുത്തത് ഇത് സ്വീറ്റ് ലവ്. ഇതും ഒരു ഫോളിയേജ് ആന്തൂറിയത്തിൽ പെടുന്നതാണ്. ഇതിന് പ്രൈസ് വരുന്നത് 210 രൂപ, 210 റുപ്പീസാണ് ഇതിന് പ്രൈസ് വരിക. ഇതും നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റാണ്, വലുതാവുന്നതോറും. അടുത്തത് ഈ ഫിലോഡെൻഡ്രോൺ ആണ്. ഇതിന് പ്രൈസ് വരുന്നത് 200 രൂപയാണ്. ഇത്രയും വലിയ പ്ലാന്റാണ്, നല്ല വലിയ പ്ലാന്റ് ആയതിൻ്റെ പ്രൈസാണ് പറയുന്നത്. 200 റുപ്പീസാണ്. നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ ഇലയുടെ ഷേപ്പൊക്കെ കാണാൻ വേണ്ടി. സ്റ്റിക്ക് സപ്പോർട്ട് കൊടുക്കാൻ പറ്റിയ പ്ലാന്റാണ്. അടുത്തത് ഇത് ആറ്റമാണ്. ആറ്റമിൻ്റെ പ്രൈസ് വരുന്നത് 100 റുപ്പീസാണ്. ഇതും ഫിലോഡെൻഡ്രോൺ തന്നെയാണ്. ഇത് കുറച്ച് മറ്റേതിനെയൊക്കെ അപേക്ഷിച്ച് ഇതിൻ്റെ സൈസ് കുറച്ച് ചെറുതാണ്.
പക്ഷേ ഇലകൾക്കൊക്കെ വലിപ്പം വന്നു തുടങ്ങിയ പ്ലാന്റാണ്. അടുത്തത് ഇതാണ് സൺറെഡ്. ഇതിനും പ്രൈസ് വരിക 150 റുപ്പീസാണ് സിംഗിൾ പ്ലാന്റിൻ്റെ. ഇതിൻ്റെ ജിഫി നേരത്തെ സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് അതിലും കുറച്ചുകൂടെ വലുതായ പ്ലാന്റാണ്. 150 റുപ്പീസാണ്. അടുത്തത് ഈ മൂൺലൈറ്റിൻ്റെ പ്ലാന്റാണ്, ഫിലോഡെൻഡ്രോൺ. ഇതിനും 150 റുപ്പീസ് തന്നെയാണ് പ്രൈസ് വരുന്നത്. സ്റ്റിക്കിൻ്റെ സപ്പോർട്ട്. ഫിലോഡെൻഡ്രോണും സിങ്കോണിയം പോലെ തന്നെയാണ്. നമുക്ക് നഷ്ടപ്പെടുമെന്ന് പേടിക്കണ്ട. നമുക്ക് നോഡ് പ്രൊപ്പഗേറ്റ് ചെയ്ത് പ്ലാന്റ് ഉണ്ടാക്കാനും പറ്റും. അടുത്തത് ഈ ഫിലോഡെൻഡ്രോൺ ആണ്. ചോക്ലേറ്റ് ഇംപ്രസ് 250 റുപ്പീസാണ് ഇതിന് പ്രൈസ് വരിക. 250 രൂപ. ഇതിൻ്റെ ഇലയുടെ സൈസൊക്കെ വലുതായി നല്ല കളർ, റെഡ് കളറൊക്കെ ഇരിക്കുന്ന ഒരു ചോക്ലേറ്റ് കളറാണ് ആണ്. അടുത്തത് ഈ ക്രോക്കഡൈൽ ഫേണിൻ്റെ പ്ലാന്റ്സ് ആണ്. 100 രൂപയാണ് ഇതിന് പ്രൈസ് വരിക. ക്രോക്കഡൈൽ ഫേണ് നല്ല നീളമുള്ള ഇലയിലിങ്ങനെ ഡിസൈൻ പോലെ വരുന്ന ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ ബുഷി പോട്ടും അവൈലബിൾ ആണ്. ക്രോക്കഡൈൽ ഫേൺ. അടുത്തത് സ്റ്റാക്ക്-ഓൺ ഫേണാണ്. ഈ കാണുന്നതാണ്. ഇത് 250-300 റേഞ്ചിലുള്ള പ്ലാന്റ്സ് അവൈലബിൾ ആണ്. ഈ കാണുന്ന പ്ലാന്റ് 250 റുപ്പീസിൻ്റെ പ്ലാന്റാണ്. 300 റുപ്പീസിൻ്റെ പ്ലാന്റ്സും ഉണ്ട്. നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് എല്ലാം തന്നെ. അടുത്തത് ഇത് അലോക്കേഷ്യയാണ്. കുറേ അലോക്കേഷ്യകൾ കാണാം. ഇനിയും അലോക്കേഷ്യ ബാംബിനോയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ജിഫി പ്ലാന്റും അവൈലബിൾ ആണ്. 210 രൂപയാണ് ഇതിന് പ്രൈസ് വരിക. 210 റുപ്പീസാണ് ബുഷിയായ ഈ പ്ലാന്റിന് പ്രൈസ് വരിക. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ് അലോക്കേഷ്യ ബാംബിനോ. അടുത്തത് ഈ അലോക്കേഷ്യയാണ്, വാട്സോണിയ അലോക്കേഷ്യ. ഇതിന് പ്രൈസ് വരുന്നത് 230 രൂപ. 230 റുപ്പീസാണ്. നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് എല്ലാം തന്നെ. നല്ല ഭംഗിയുള്ള ഇലകളാണ് ഇതിൻ്റെ കാണാൻ. 230 രൂപയാണ്. ചില പ്ലാന്റ്സൊക്കെ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അടുത്തത് ഈ മെലോയാണ്, അലോക്കേഷ്യ മെലോ. ഇതിന് പ്രൈസ് വരുന്നത് 210 രൂപ. 210 റുപ്പീസാണ്. ഇതിൻ്റെ ഈ ഇലയുടെ ടെക്സ്ചറൊക്കെ നല്ല രസമാണ്. നല്ല കട്ടിയുള്ള ഇലകളാണ് മറ്റ് അലോക്കേഷ്യയെക്കാളും. 210 രൂപയാണ് അതിന് പ്രൈസ് വരിക. അടുത്തത് ഈ അഗ്ലോണിമയാണ്. ലെമൺ ആണെന്ന് തോന്നുന്നു അഗ്ലോണിമ. 450 ആണ് ഇതിന് പ്രൈസ് വരുന്നത്. നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണ്. 450. അടുത്തത് ഇത് ഗ്രീൻ എമറാൾഡാണ്. ഇതിനും പ്രൈസ് വരുന്നത് 450 തന്നെയാണ്. വലിയ പ്ലാന്റാണ്, ഹെൽത്തി പ്ലാന്റാണ്. ഗ്രീൻ വെറൈറ്റി ആണെങ്കിലും കുറച്ച് ഭംഗിയുള്ള പ്ലാന്റുകളാണ് ആ കണ്ട അഗ്ലോണിമകളെല്ലാം. അടുത്തത് ഈ ജെയ്ഡിൻ്റെ ബുഷി പോട്ടാണ്. ഇതിന് പ്രൈസ് വരുന്നത് 140 രൂപയാണ് പ്രൈസ് വരിക. ജെയ്ഡിൻ്റെ ഈ ബുഷി പോട്ടിന് 140 രൂപ. 140 റുപ്പീസ്. ഈ പറഞ്ഞ പ്രൈസൊക്കെ എല്ലാ ടൈമിലേക്കുമുള്ള പ്രൈസല്ല. ഇത് കുറേ കഴിയുമ്പോൾ ഈ വീഡിയോ നോക്കിയിട്ട് ഈ പ്രൈസിന് പ്ലാൻസ് തരുമെന്ന് ചോദിക്കരുത്. അടുത്തത് ഈ അലോക്കേഷ്യയാണ്. ഇതിന് പ്രൈസ് വരുന്നത് 290 രൂപ. 290 റുപ്പീസാണ്. ഓരോന്നിനും ഓരോ പ്രൈസാണ് ഓരോ അലോക്കേഷ്യയ്ക്കും. ഇതും ബുഷി പോട്ട് തന്നെയാണ്. നല്ല ഹെൽത്തി പ്ലാന്റാണ്. അടുത്തത് ഈ ബാമ്പു ആണ്. ലക്കി ബാമ്പുവിൻ്റെ 2 ലെയർ. ഓഫീസിലൊക്കെ വെക്കാൻ നല്ല പ്ലാന്റ് തന്നെയാണ്. കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചാൽ മാത്രം മതി. വേറെ കെയറൊന്നും എടുക്കണ്ടാത്ത ഒരു പ്ലാന്റാണ്. 150 രൂപയാണ് ഇതിന് പ്രൈസ് വരിക. അടുത്തത് ഈ സ്നേക്ക് പ്ലാന്റാണ്, സൺസെവേരിയ പ്ലാന്റ്. 150 റുപ്പീസാണ് ഇതിന് പ്രൈസ് വരുന്നത്. ഗാലക്സി സ്റ്റാർ. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. സ്ക്വയർ പോട്ടിൽ വന്ന പ്ലാന്റാണ്. 150 150 രൂപയാണ്. അടുത്തത് ഈ ഗ്രാഫ്റ്റഡ് കാക്ടസ് ആണ്. 240 റുപ്പീസാണ് ഇതിന് പ്രൈസ് വരിക. ചെറിയ പ്ലാന്റാണ്. റെഡ് കളറും യെല്ലോ കളറും ഗ്രാഫ്റ്റ് ചെയ്തതാണ്. 240 റുപ്പീസാണ് ഇതിന് പ്രൈസ് വരിക. അധികം വെള്ളമൊന്നും വേണ്ടാത്ത പ്ലാന്റാണ്. നമുക്ക് ഇൻഡോറിലൊക്കെ വെക്കാൻ പറ്റിയ പ്ലാന്റ് തന്നെയാണ്. ഈ 2 കളറാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. റെഡ് കളർ ഗ്രാഫ്റ്റ് ചെയ്തതും യെല്ലോ കളറിലേത് ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റാണ്. അടുത്തത് ഈ വിദൂരിയുടെ സ്ക്വയർ പോട്ട് സൈസ് പ്ലാന്റാണ്. 190 രൂപയാണ് ഇതിന് പ്രൈസ് വരിക. വിദൂരിയുടെ ഈ പ്ലാന്റിന് 190 റുപ്പീസ്.
അടുത്തതും അലോക്കേഷ്യയാണ്. പാരസോൾ എന്നാണ് ഐഡിയിൽ വന്ന ഈ പ്ലാന്റാണ്. ബുഷി പോട്ട് തന്നെയാണ്. 270 ആണ് ഇതിന് പ്രൈസ് വരിക. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. അടുത്തത് ഈ റെഡ് കളറിലെ മിനിയേച്ചർ ആന്തൂറിയമാണ്. 2 ഷൂട്ട് അടങ്ങുന്ന ഫുൾ പോട്ടാണ്. നിറച്ച് പൂക്കളൊക്കെയുള്ള പ്ലാന്റാണ്. ബുഷി പോട്ടിന് 320 രൂപ, 320 റുപ്പീസും സിംഗിൾ പ്ലാന്റിനും 190 റുപ്പീസുമാണ് പ്രൈസ് വരിക. അടുത്തത് കോബ്രയാണ്. കോബ്രയുടെ ബുഷി പോട്ടും അവൈലബിൾ ആണ്. ഇതിൽ 3 ഷൂട്ട് മിനിമം ഉണ്ട്. എല്ലാത്തിലും തന്നെ 3 ഷൂട്ടുള്ള കോബ്രയുടെ ഈ പ്ലാന്റാണ്. സിംഗിൾ പ്ലാന്റായിട്ടും അവൈലബിൾ ആണ്. അടുത്തത് ഈ സിയാങ് ഡയമണ്ടിൻ്റെ ഈ പ്ലാന്റാണ്. ഇതിന് 500 റുപ്പീസാണ് ഇതിന് പ്രൈസ് വരിക. വലിയ പ്ലാന്റാണ്, ഹെൽത്തി പ്ലാന്റാണ്. 500 റുപ്പീസ്. 530 റുപ്പീസാണ്. ഞാൻ കുറേ പ്ലാന്റ്സ് പറഞ്ഞു വന്നപ്പം 530 റുപ്പീസാണ് ഇത്രയും വലിയ മദർ പ്ലാന്റിന് പ്രൈസ് വരുന്നത്. അടുത്തത് ഈ പ്ലാന്റാണ്. ഇതിന് പ്രൈസ് വരുന്നത് 450. നല്ല സൈസ് ആയ പ്ലാന്റാണ്. യെല്ലോ കളറിലെ ഫ്രോസൺ ആണ്. നല്ല യെല്ലോ കളറുള്ള റെഡ് കളറ് ഇടയ്ക്കിടയ്ക്കൊക്കെ വന്ന ഗ്രീൻ കളറ് മാറിയ ഫ്രോസൺ ആണ്. 450 റുപ്പീസാണ് പ്രൈസ് വരിക. അടുത്തത് ഈ പ്ലാന്റാണ്. വൈറ്റ് ലെഗസി. ഇതിന് പ്രൈസ് വരിക 490 റുപ്പീസാണ് ഇതിന് പ്രൈസ് വരിക. ഇതത്ര ഹൈറ്റൊന്നും വെച്ച പ്ലാന്റ് അല്ല. അടുത്തത് ബ്ലാക്ക് എമറാൾഡാണ്. ഇതിനും 530 ആണ് പ്രൈസ് വരിക. 530 റുപ്പീസാണ്. വലിയ പ്ലാന്റാണ്, അതുകൊണ്ടാണ് പ്രൈസും വരിക. 530 റുപ്പീസാണ് ഇതിന് പ്രൈസ് വരിക. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. അടുത്തത് ഈ പ്ലാന്റാണ്. ഇതിന് പ്രൈസ് വരുന്നത് 600 ആണ്. അടുത്തത് ഈ റെഡ് ആർമിയുടെ നല്ല ഭംഗിയുള്ള അഗ്ലോണിമയാണ്. റെഡ് ആർമി, അതിൻ്റെ ഈ പ്ലാന്റാണ്. അടുത്തത് ഇന്ത്യാന ക്യൂനിൻ്റെ ഈ സൈസ് വരുന്ന പ്ലാന്റാണ്. ഇതിന് പ്രൈസ് വരിക 900 ആണ്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. നോർമൽ അഗ്ലോണിമ എല്ലാം കളക്ട് ചെയ്ത് കഴിയുമ്പോൾ വാങ്ങണമെന്ന് വിചാരിക്കുന്ന പ്ലാന്റാണ്. അടുത്തത് ഗർഗിൻ്റെ ഈ പ്ലാന്റാണ്. ഇത്രയും വലിയ പ്ലാന്റാണ്. 450 റുപ്പീസാണ് ഇതിന് പ്രൈസ് വരിക. അടുത്തത് ഇന്ത്യാന കിങ് ആണ്. ഇതിനും പ്രൈസ് വരുന്നത് 900 റുപ്പീസാണ്. നല്ല വലിയ പ്ലാന്റ് തന്നെയാണ്. ഇലകളുടെ കളറും ഭംഗിയും ഒക്കെ പ്രത്യേക തരമാണ് ഇതിൻ്റെ. അടുത്തത് പിങ്ക് ക്യാബേജാണ്. പിങ്ക് ക്യാബേജിൻ്റെ ഈ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നതും 900 തന്നെയാണ്. അടുത്തത് തായ് വൈറ്റിൻ്റെ ഡബിൾ ഷൂട്ടുള്ള ഈ പ്ലാന്റാണ്. ഇതിന് പ്രൈസ് വരുന്നത് 430 രൂപയാണ് ഇതിന് പ്രൈസ് വരുന്നത്. 2 ഷൂട്ടുണ്ട്. ഹെൽത്തി പ്ലാന്റ്സ് ആണ് രണ്ടും. കളറൊക്കെ മാറി വരുന്നതാണ്. അടുത്തത് ഈ ടൈഗർ റെഡിൻ്റെ ഈ പ്ലാന്റാണ്. വലിയ പ്ലാന്റ് തന്നെയാണ്. ഇതിന് പ്രൈസ് വരുന്നത് 430 രൂപയാണ്. അധികം റെഡ് കളറൊന്നുമില്ല. അടുത്തത് തായ് റെഡ് എന്ന ഐഡിയിൽ വന്ന ഈ പ്ലാന്റാണ്. ഇതും ഡബിൾ ഷൂട്ടാണ്. ഡബിൾ ഷൂട്ടിൻ്റെ പ്രൈസ് വരുന്നത് 520 രൂപയാണ്. 520 റുപ്പീസാണ് ഇതിന് പ്രൈസ് വരിക. അടുത്തത് ഈ കാണുന്ന റയാൻ ഗോൾഡാണ്. ഗ്രീൻ റയാൻ ഗോൾഡ്. ഈ ഗ്രീൻ റയാൻ ഗോൾഡിന് പ്രൈസ് വരുന്നത് 340 രൂപ. 340 റുപ്പീസാണ് ഇതിന് പ്രൈസ് വരിക. അടുത്തത് ബട്ടർഫ്ലൈയുടെ ഈ പ്ലാന്റാണ്. ഒരു ഷൂട്ടോട് കൂടിയ ഈ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 240 രൂപ. 240 റുപ്പീസാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ് വരിക. ഈസി ആയിട്ട് വളർത്താൻ പറ്റിയൊരു പ്ലാന്റാണ്. അടുത്തത് പപ്പായയുടെ ഈ പ്ലാന്റാണ്. ഗ്രീൻ പപ്പായ. ഗ്രീൻ ആണോ ബ്ലാക്ക് ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഗ്രീൻ ആണെന്ന് തോന്നുന്നു. ഗ്രീൻ പപ്പായയുടെ ഈ പ്ലാന്റിന് 200 റുപ്പീസാണ് ഇതിന് പ്രൈസ് വരിക. പപ്പായ പ്ലാന്റ് ഒന്നും ഇപ്പോൾ അധികം എങ്ങും സെയിൽ വീഡിയോകളിൽ കാണാറില്ല. അടുത്തത് ഈ ഗ്രാഫ്റ്റഡ് അഡീനിയമാണ്. കോഡക്സ് ഒക്കെ കുറച്ച് വലിയതായ പ്ലാന്റാണ്. ഒരു പൂ പോയിട്ട് പുതിയ ഇലകളൊക്കെ ആയിട്ട് നിൽക്കുന്ന ഈ പ്ലാന്റ് പ്രൈസ് വരിക 300 റുപ്പീസാണ്. 3-4 ബ്രാഞ്ചസ് ഉണ്ട്. എല്ലാത്തിലും കൂടെ പൂക്കളായ നല്ല ഭംഗിയായിരിക്കും. അടുത്തത് ഈ 10 ക്യാരറ്റിൻ്റെ ഈ പ്ലാന്റാണ്. 10 ക്യാരറ്റിൻ്റെ ഈ പ്ലാന്റിന് പ്രൈസ് വരുന്നത് 250 റുപ്പീസാണ്. സ്ക്വയർ പോട്ടൊക്കെ ഈ പോട്ട് മാറ്റാനായ സൈസിലായ പ്ലാന്റാണ്. അടുത്തത് ഈ
പിങ്ക് കപ്പ് കേക്കാണ്. പിങ്ക് ക്യാബേജ് ഒന്നും വാങ്ങിക്കാൻ പൈസ ഇല്ലാത്തവർക്ക് വാങ്ങിക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണ്. 310 രൂപയാണ് ഇതിന് പ്രൈസ് വരിക. 310 റുപ്പീസാണ് ഇതിന് പ്രൈസ്. നല്ല ഭംഗിയുള്ളൊരു പിങ്ക് കളറൊക്കെ വരുന്നൊരു പ്ലാന്റാണ് ഈ കപ്പ് കേക്ക് പ്ലാന്റ്. അടുത്തത് ഈ പ്ലാന്റാണ്. ഇതിന് പ്രൈസ് വരുന്നത് 350 രൂപയാണ്. പല കളറുണ്ട്. യെല്ലോ ആണോ കൊച്ചിൻ യെല്ലോ ആണോ എന്ത് അറിഞ്ഞുകൂടാ ഇതിൻ്റെ ശരിക്കുള്ള ഐഡി. അടുത്തത് ഈ ചൈന റെഡിൻ്റെ ഈ പ്ലാന്റാണ്. ഈ പ്ലാന്റിൻ്റെ പ്രൈസ് വരിക 260 രൂപയാണ്. 260 റുപ്പീസാണ്. നല്ല ഡാർക്ക് പിങ്ക് കളറുള്ള പ്ലാന്റാണ്. അടുത്തത് ഈ റെഡ് വൈൻ്റെ പ്ലാന്റാണ്. റെഡ് വൈൻ്റെ ഈ പ്ലാന്റിൻ്റെ പ്രൈസ് വരിക 350 രൂപയാണ്. 350 റുപ്പീസ് മാത്രമാണ്. അടുത്തത് മെലോയാണ്. മെലോയ്ക്ക് പ്രൈസ് വരിക 270 രൂപയാണ്. 270 റുപ്പീസാണ് ഈ പ്ലാന്റിന് പ്രൈസ് വരിക. കഴിഞ്ഞ പ്രാവശ്യത്തെ ഫ്രീ പ്ലാന്റ് വിന്നറായ മുഹമ്മദ് അൻസലിൻ്റെ പ്ലാന്റ് മൺഡേ ആണ് അയച്ചു കൊടുക്കുക. അത് വിട്ടുപോയി, ആദ്യം പറയേണ്ടിയിരുന്നതാണ്. മുഹമ്മദ് അൻസലിന് ഫ്രീ പ്ലാന്റ് ഈ മൺഡേ ആണ് അയക്കുക. അടുത്തത് ഈ ഡയമണ്ട് പിങ്കിൻ്റെ ഈ പ്ലാന്റാണ്. ഡബിൾ ഷൂട്ടുള്ള പ്ലാന്റാണ്. ഡബിൾ ഷൂട്ടായിട്ടും അവൈലബിൾ ആണ്, സിംഗിളായിട്ടും അവൈലബിൾ ആണ്. അടുത്തത് ബ്യൂട്ടി റെഡിൻ്റെ ഈ വലിയ പ്ലാന്റാണ്. 200 റുപ്പീസാണ് ഇതിന് പ്രൈസ് വരിക. ബ്യൂട്ടി റെഡിൻ്റെ ഈ പ്ലാന്റിന് 200 റുപ്പീസ്. അടുത്തത് സ്റ്റാർ ഡസ്റ്റിൻ്റെ സ്ക്വയർ പോട്ട് സൈസ് പ്ലാന്റാണ്. ഇതിനും പ്രൈസ് വരുന്നത് 190 റുപ്പീസാണ്. ഈ വീഡിയോയിലെ പ്രൈസ് എല്ലായ്പ്പോഴും നിലവിലുണ്ടാവത്തില്ല. ഇത് 2-3 ദിവസത്തേക്ക് മാത്രമേ ഉണ്ടാവൂ. അടുത്തത് ഈ ലിസയുടെ പ്ലാന്റാണ്. പിങ്ക് ഡോട്ടൊക്കെ വരുന്ന ഗ്രീൻ ലിസയുടെ പ്ലാന്റ്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. അടുത്തത് ഐസ്ബർഗ് വൈറ്റ് ലിപ്സ്റ്റിക്ക് എന്നൊക്കെ പറയുന്ന ഈ പ്ലാന്റാണ്. ഇതിന് പ്രൈസ് വരുന്നത് 230 രൂപയാണ്. 230 റുപ്പീസ്. നല്ല വലിയ പ്ലാന്റ് തന്നെയാണ്. അടുത്തത് ഈ സക്കുലൻ്റ് പ്ലാന്റാണ്. ഇതിന് പ്രൈസ് വരുന്നത് 60 റുപ്പീസാണ്. 60 രൂപ. ഇൻഡോറിലൊക്കെ വെക്കാൻ പറ്റിയ പ്ലാന്റാണ്. പ്ലാസ്റ്റിക് പോലെ തന്നെ ഇരിക്കുന്നൊരു പ്ലാന്റാണ്. അടുത്തത് ഈ കാണുന്ന അഡീനിയത്തിൻ്റെ ഗ്രാഫ്റ്റഡ് അഡീനിയത്തിൻ്റെ 1 വർഷമൊക്കെ ആയ പ്ലാന്റാണ്. ഇതിന് പ്രൈസ് വരുന്നത് 110 റുപ്പീസാണ്. ഏത് ഫ്ലവർ മൾട്ടിപ്പെറ്റൽ ഫ്ലവർ ആണെന്നാണ് പറഞ്ഞത്. ഫ്ലവർ ആകാത്തതുകൊണ്ട് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. അടുത്തത് ഈ നമ്മളുടെ സൂപ്പർ വൈറ്റ് പ്ലാന്റാണ്. സൂപ്പർ വൈറ്റിൻ്റെ സ്ക്വയർ പോട്ട് സൈസ് പ്ലാന്റാണ്. ഇതിന് പ്രൈസ് വരുന്നത് 160 റുപ്പീസ് മാത്രമാണ്. സീഡ്ലിങ്ങിന് തന്നെ 100 ഒക്കെ വരുന്നതാണ്. അടുത്തത് ഈ ജയ്പോങ് റെഡിൻ്റെ ഈ പ്ലാന്റാണ്. ഇതിന് പ്രൈസ് വരുന്നത് 190 റുപ്പീസാണ്. ജയ്പോങ് റെഡ് പോലുള്ള പ്ലാന്റൊക്കെ കുറച്ച് കൂടുതൽ വേണമെങ്കിലും അവൈലബിൾ ആണ്, സൂപ്പർ വൈറ്റൊക്കെ. അടുത്തത് സെൻസ്റ്റാറിൻ്റെ ഈ പ്ലാന്റാണ്. 250 റുപ്പീസാണ് സെൻസ്റ്റാറിൻ്റെ ഈ സൈസ് വരുന്ന പ്ലാന്റിന് പ്രൈസ് വരിക. അടുത്തത് ഈ പ്ലാന്റാണ്. ഇതിനും പ്രൈസ് വരുന്നത് 190 റുപ്പീസാണ്. നാരോ ആണ്, ജയ്പോങ് നാരോ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു അഗെയിൻ.